ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. മീറ്റിംഗിൽ കഴിയുന്ന കർത്താവിൻ്റെ ദാസൻ കുടുംബം, വിശേഷാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും ഒരിക്കൽ കൂടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള നിസ്തുല സ്നേഹവന്ദനത്തെ ഈ സമയം അറിയിക്കുന്നു. റോമാലേഖനം കഴിഞ്ഞ ആഴ്ച നമ്മൾ 3-ാം അധ്യായമാണ് നമ്മൾ പഠിച്ച് നിർത്തിയത്. തുടർന്ന് 4-ാം അധ്യായത്തിലേക്കാണ് ഇന്ന് രാത്രി ചിന്തിപ്പാൻ കർത്താവിൽ ശരണം പ്രാപിക്കുന്നു. 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ നമ്മൾ വായിച്ച് നിർത്തിയത് വിശ്വാസത്താലുള്ള നീതിയാണ്. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനെ ദൈവം നീതീകരിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ ക്രൂശ് മരണം, അവൻ്റെ യാഗത്തെ വിശ്വസിക്കുന്നവർക്ക് വന്ന രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിക്കുവാൻ താൻ നീതിമാനും യേശു വിശ്വസിക്കുന്നവനെ നീതീകരിക്കേണ്ടതിനും ആകേണ്ടത് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തത്. കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച്, ആ വിശ്വാസമാണ് നമ്മെ നീതീകരിച്ചത്. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ഉള്ള വിശ്വാസത്താൽ രക്ഷയിലേക്ക് പ്രവേശിച്ച് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ച് നീതീകരിക്കപ്പെട്ട ദൈവമക്കളാണ് ഇന്ന് രാത്രി ഈ സൂം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാൻ വിശ്വസിക്കുന്ന ഒട്ടുമിക്ക പേരും. അല്ലാത്തവരും ഉണ്ടായിരിക്കാം, എങ്കിൽ തന്നെയും എല്ലാവർക്കും ഇത് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ 3:30 നമ്മളിങ്ങനെ വായിച്ചു, ദൈവമേകനല്ലോ, അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നു ഒരു നാളുമില്ല, ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്ന. അവിടെയാണ് നമ്മൾ 3-ാം അധ്യായം അവസാനിച്ചത്. അവിടെ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെ അല്ല, അഗ്രചർമ്മികളെയും രണ്ടുപേരെയും ഒരുപോലെ ദൈവം നീതീകരിക്കുന്നു എന്നുള്ള ഒരു ഭാഗമാണ്. എന്നാൽ അതിന് പൗലോസിന് അതിന് ശക്തമായിട്ടുള്ള ഒരു തെളിവ് ഈ യഹൂദന്മാരുടെ ഇടയിൽ പ്രസന്റ് ചെയ്യുന്നത് അബ്രഹാമിനെ വെച്ചിട്ടാണ്. 4-ാം അധ്യായം തുടങ്ങുന്നത് അബ്രഹാമിൻ്റെ വിശ്വാസത്തെ ആധാരമാക്കിയാണ്. ഞാൻ ഈ ആഴ്ച നമ്മൾ ചിന്തിക്കുന്ന 4-ാം അധ്യായം, തുടർന്ന് 4-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ ആ 2 ഭാഗങ്ങളായിട്ടാണ് 4-ാം അധ്യായം നമ്മൾ ചിന്തിക്കുവാനായി താല്പര്യപ്പെടുന്നത്. 4-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ അബ്രഹാം ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ഭാഗമാണ് പൗലോസ് 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെ തെളിയിക്കുന്നു. അതിൻ്റെ രണ്ടാമത്തെ അതിൻ്റെ തുടർന്നുള്ള 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 25 വരെയുള്ള ഭാഗങ്ങൾ വിശ്വാസം മൂലം ദൈവത്തിൻ്റെ പ്രോമിസ്, ഗോഡ്സ് പ്രോമിസ് ത്രൂ ഫെയ്ത്ത്, അതായത് നമ്മളെ ദൈവത്തിൻ്റെ വാക്തത്വം അത് വിശ്വാസത്തിലൂടെയാണ് നമ്മൾ പ്രാപിക്കുന്നത്. ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ കൂടെ പ്രാപിക്കുന്നതായിട്ടാണ് ഇവിടെ 13 മുതൽ 25 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. 4-ാം അധ്യായത്തിലോട്ട് വരുമ്പോഴാണ് അബ്രഹാമിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ കാര്യമായിട്ട് അറിയാം. ഒത്തിരി ചരിത്ര കഥകളൊന്നും വിവരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബ്രഹാം ആരായിരുന്നു? അബ്രഹാമിൻ്റെ മേലുള്ള വിളി എന്തായിരുന്നു? അബ്രഹാം എങ്ങനെ ജീവിച്ചു എന്നുള്ള ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ പൗലോസ് ഇതിൽ കൂടെ ചില മർമ്മങ്ങളെ ഈ 4-ാം അധ്യായത്തിൽ കൂടെ നമുക്ക് വെളിപ്പെടുത്തുകയാണ്. നമ്മളെല്ലാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണെങ്കിൽ തന്നെയും നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ ദൈവവചനത്തിലുള്ള മർമ്മങ്ങളെ നമുക്ക് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഈ കാലഘട്ടത്തില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ദുരുപദേശങ്ങളാൽ പലപ്പോഴും നമ്മൾ പിടിക്കപ്പെടുകയും
ഉപദേശത്തിൻ്റെ ഓരോ കാറ്റ് അലഞ്ഞൊഴുന്ന ശിശുക്കളുടെ സ്റ്റേജുകളിലേക്ക് പലപ്പോഴും നമ്മൾ എത്തിച്ചേരാതിരിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായതുകൊണ്ടാണ് ലേഖനങ്ങൾ ശക്തമായി ഈ കാലഘട്ടത്തിൽ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയെ ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ അബ്രഹാമിനെ ഒരു എക്സാമ്പിളായിട്ടാണ് പൗലോസ് അവതരിപ്പിക്കുന്നത്. ക്രിസ്തുവിന് മുമ്പ് 2000 വർഷം മുമ്പ് അബ്രഹാം ജനിച്ച് ഇന്നത്തെ ഇറാഖിൽ, ആധുനിക ഇറാഖിൽ സ്ഥിതി ചെയ്യുന്ന ഊർ എന്ന പട്ടണത്തിലാണ് അബ്രഹാം ജനിക്കുന്നത്. അവിടെ തൻ്റെ അപ്പനായ തേരകനോടുകൂടെ ഹാരാനിൽ വന്ന് പാർക്കുന്നു. ഹാരാൻ എന്ന് പറയുന്നത് ഇന്നത്തെ തുർക്കിയുടെ ഒരു ഭാഗമാണ് ഹാരാൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. അവിടെ വെച്ചാണ് അബ്രഹാമിൻ്റെ മേൽ ഒരു വിളി ഉണ്ടാകുന്നത്. അവിടെയാണ് ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കി മാറ്റും എന്നുള്ള ഒരു വിളി, ഒരു വാക്തത്വം അവിടെ കൊടുക്കുന്നു. ഈ ഭാഗങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടാണ് പൗലോസ് യഹൂദന്മാരെ അവരെ ഖണ്ഡിക്കുന്നത്. യഹൂദന്മാരുടെ ഒരു വിചാരം എന്ന് പറയുന്നത് അബ്രഹാമിനെ ദൈവം നീതീകരിച്ചത് പരിച്ഛേദന എന്ന ഉടമ്പടിയിലൂടെയാണ് എന്നുള്ളതാണ് യഹൂദന്മാരുടെ വാദം. അതായത് അബ്രഹാം പരിച്ഛേദന ചെയ്തു, ദൈവത്തിനും അബ്രഹാമിനും മധ്യേ ഒരു നിയമമുണ്ടാക്കി. അതുകൊണ്ട് ആ പരിച്ഛേദനയിലൂടെയാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത് എന്നുള്ള ഒരു വിശ്വാസം യഹൂദന്മാർക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ ഒരു വിശ്വാസത്തെ ഖണ്ഡിക്കുവാനാണ് ഈ 4-ാം അധ്യായം റോമിലെ സഭയ്ക്ക് എഴുതുമ്പോൾ ഇവിടെ എഴുതി ചേർക്കുന്നത്. അവിടെ 4-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടെ പൗലോസ് ചോദിക്കുന്നു, നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു? അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവനെ പ്രശംസിക്കുവാൻ സംഗതിയുണ്ട്. ദൈവസ്ഥന ഇല്ലതാൻ. തിരുവെഴുത്ത് എന്തു പറയുന്നു? അവിടെ ചോദ്യം മാറും. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. അത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ ഇപ്പോഴിവിടെ നമ്മൾ വായിക്കുന്നതായിരിക്കും. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുചെന്നു. കണ്ടു എന്നു. ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെ ആകുമെന്ന് അവനോട് കൽപ്പിച്ചു. ആകാശത്തിൽ നക്ഷത്രങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത തരത്തിൽ ഒരു സന്തതി പരമ്പര തനിക്കുണ്ടാകും എന്നുള്ള ഒരു കാര്യം ഇവിടെ അബ്രഹാമിനെ അറിയിക്കുകയാണ്. അടുത്ത ഭാഗം, അവൻ യഹോവയിൽ വിശ്വസിച്ചു. അവൻ യഹോവയിൽ ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ദൈവം അത് അവൻ നീതിയായി കണക്കിട്ടു. അവിടെയാണ് പൗലോസ് ആ ഭാഗം എടുത്തു പറയുന്നത്. ആ സമയത്ത് അബ്രഹാം പരിച്ഛേദന ഏറ്റിട്ടില്ല. 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 15, 16, 17 അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോഴാണ് തുടർന്ന് പരിച്ഛേദനയുടെ ഉടമ്പടി അവിടെ കൊടുക്കുന്നത്. അതുവരെ അബ്രഹാമിനെ ഈ അഗ്രചർണിയായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ വാക്തത്വം കൊടുക്കുന്നത്. അത് അബ്രഹാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കെടുത്തു. പൗലോസ് ഇവിടെ വാദിക്കുന്നത് പ്രവർത്തിക്കാത്തവനെങ്കിലും, അവിടെ പറയുന്നു തിരുവെഴുത്തെന്ന് പറഞ്ഞു, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അബ്രഹാം അവിടെ ഒരു പ്രവൃത്തിയും ചെയ്തതായിട്ട് കാണുന്നില്ല. അബ്രഹാമിന്റെ ഫെയ്ത്തിനെയാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അതാണ് പൗലോസ് കൂടുതലായിട്ട് അത് എക്സ്പോസ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ എന്താ പറയുന്നത്? പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമ. നമുക്കറിയാം, ഏതൊരു പ്രവൃത്തിക്കും അതിനൊരു കൂലിയുണ്ട്. ഏത് പ്രവൃത്തി നമ്മൾ ചെയ്താലും, ഏത് ജോലി ചെയ്താലും അതിന് നമുക്കൊരു കൂലി കിട്ടും. അത് അതിൻ്റെ പ്രവൃത്തിയുടെ അനുസരിച്ചാണ്. അത് കൃപയല്ല, അത് കടമായിട്ട് കൊടുക്കുന്നതാണ്. ഇപ്പം ഞാൻ ഒരു സ്ഥാപനം ജോലി ചെയ്താൽ എനിക്ക് തിരിച്ച് ശമ്പളം ലഭിക്കണം. അത് അവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പം അതൊരു കടമായിട്ടാണ് അത് നമുക്ക് റീപേ ചെയ്യുന്ന, അല്ലെങ്കിൽ പേ ബാക്ക് ചെയ്യുന്നത്. എന്നാൽ അത് കൃപയെന്ന് പറയുന്നത് അതല്ല. കൃപയെക്കുറിച്ചാണ് പറയുന്നത്.
ഇതൊരു കൃപയായിട്ടാണ് പൗലോസ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കൃപ എന്ന് പറയുമ്പോൾ അത് സൗജന്യമാണ്. ഇപ്പൊ കൃപ പലതരത്തിലാണ് നമ്മൾ അതിൻ്റെ അതിൻ്റെ കൃപ പലതരത്തിലാണ് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. ഇപ്പം നമ്മൾ ഇവിടെ കൃപയെന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും അർഹതയില്ലാത്ത ദാനം എന്നൊക്കെ നമുക്കറിയാം. നമ്മൾ ഒരിക്കലും അത് നമുക്ക് സൗജന്യമായി തരുന്ന ഒന്നിനെ കുറിച്ചാണ് ഇവിടെ കൃപയായിട്ട് പറയുന്നത്. ഒരു പ്രവൃത്തിയും ചെയ്തിട്ടല്ല, സൗജന്യമായിട്ടാണ് അബ്രഹാമിനെ ദൈവം നീതീകരിച്ചതെന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. നമുക്ക് അതിൻ്റെ പ്രവർത്തിക്കാത്തവനെങ്കിലും അവക്തനെ നീതീകരിക്കുന്നു വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. അതിന് ഉദാഹരണമായിട്ട് ദാവീദിന്റെ 32-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം ഇങ്ങനെ വായിക്കുന്നു. ആ ഭാഗമാണ് പൗലോസ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുക. 7-ാമത്തെ വാക്യത്തിൽ അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അവിടെ ഒരിക്കലും ദാവീദ് പരിച്ഛേദനെ കുറിച്ച് പറയുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് ഈ ഭാഗം എടുത്തു പറയാനുള്ള കാരണം. അപ്പോൾ ഇവിടെ പാപം മറച്ചും ലംഘനം ക്ഷമിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ അത് പരിച്ഛേദനക്കാരനെയും അഗ്രചർമ്മിയെയും ഒരുപോലെ ദൈവം നീതീകരിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് സങ്കീർത്തനം 32-ന്റെ 1-2 വാക്യങ്ങൾ അവിടെ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് ചോദിക്കുകയാണ്, ഈ ഭാഗ്യവർണ്ണം പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിനു കൂടെയോ? 2 ചോദ്യങ്ങളാണ്. അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയല്ല, അഗ്രചർമ്മത്തിലത്രേ. നമുക്കറിയാം, 15-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പൗലോസ് വ്യക്തമാക്കുന്നത് പരിച്ഛേദന എന്ന് പറയുന്ന ഉടമ്പടി ലഭിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അബ്രഹാമിനോട് ദൈവം ചെയ്ത ആ സന്തതിയെക്കുറിച്ച്, ദൈവം അബ്രഹാമിന് സന്തതിയെ കൊടുക്കും, ഒരു സന്തതി പരമ്പര ഉണ്ടാകുമെന്നുള്ള ആ വാക്തത്വത്തെ ഒരു പരിച്ഛേദന ഏൽക്കാതെ അഗ്രചർമ്മിയായിട്ട് ഇരിക്കുമ്പോൾ തന്നെ വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ച് ഇതിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഒന്നുകൂടെ പൗലോസ് അതിനെ ശക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്. നമുക്ക് ഈ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അതൊന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ചു. എൻ്റെ സോറി 8-ാമത്തെ വാക്യം 8-9. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എഫേസ്യ സഭയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. അപ്പൊ ദൈവത്തിന്റെ ദാനമാണ്. അപ്പം അതൊരു സൗജന്യമായിട്ട് നമുക്ക് ലഭിച്ചതാണ്. അടുത്ത ഭാഗം, ആരും പ്രശംസിക്കാതിരിക്കുവാൻ ഒരു പ്രവൃത്തിയും കാരണമല്ല. അപ്പൊ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്ത് നീതീകരിക്കപ്പെട്ടവരല്ല. ഇനി ഈ ഭാഗത്തെ ഞാനിത് പറയുമ്പോൾ എനിക്ക് നമ്മുടെ സാജോണച്ചായന്റെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഇവിടെ കടമെടുക്കുകയാണ്. ഈ രക്ഷയുടെ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു ഉദാഹരണം എൻ്റെ മനസ്സിലോട്ട് ഓർമ്മ വരുന്നേ. അദ്ദേഹം വളരെ സിമ്പിളായി, എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു ആ ഒരു എക്സാമ്പിള്. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാകും. ഒരു പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ഒരാൾ അകത്ത് ഒരു പൊട്ടക്കിണറ്റിൽ കിടക്കുകയാണ്. അയാൾക്ക് ഒരു വിധത്തിലും രക്ഷപ്പെടുവാനായിട്ട് കഴിയത്തില്ല. അയാളെ ആരും അവിടുന്ന് രക്ഷിച്ചില്ല എങ്കിൽ അയാൾക്ക് മരണം ഉറപ്പാണ്. ആ സമയത്താണ് ഒരാൾ വന്നിട്ട് ഒരു കയറിട്ട് കൊടുക്കും. ആ കയറ് ഇട്ട് കൊടുത്തിട്ട് പറയുകയാണ്, നീ കയറെ പിടിച്ചാൽ നിനക്ക് ഇതിനകത്തൂടെ മുകളിലെത്തി രക്ഷ പ്രാപിക്കാം. അപ്പോൾ ഇവിടെ സായുണച്ചാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈ കയറാണ് കൃപയെന്ന് പറയുന്നത്. അതാണ് ദൈവം നമുക്ക് എല്ലാ മനുഷ്യന്റെ മുമ്പിലും ഇട്ടിരിക്കുന്ന ഈ പാപത്തിന്റെ കുഴിയിൽ, ചേറ്റുകുഴിയിൽ കിടക്കുന്ന മനുഷ്യനെ ദൈവത്തിന്റെ കൃപ
സൗജന്യമായി ഇട്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൽ പിടിക്കണമെങ്കിൽ ഈ പൊട്ടക്കണ്ണി കിടക്കുന്ന മനുഷ്യന് ഈ കയറിൽ പിടിച്ചാൽ രക്ഷപ്പെടുമെന്ന് വിശ്വാസം വേണം. എങ്കിൽ മാത്രമേ അവന് പിടിക്കാൻ പറ്റൂ. അപ്പോൾ അയാളോട് പറയും, ഈ പിടിച്ചോ. അപ്പൊ അയാൾക്ക് വിശ്വാസമില്ല എങ്കിൽ അയാൾ ഒരിക്കലും ആ പൊട്ടക്കണ്ടിയിൽ നിന്ന് കയറി വരികയില്ല. അയാൾ ആ കുഴിയിൽ കിടന്ന് മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ കിടന്ന് ശ്വാസം മുട്ടി ആഹാരമില്ലാതെ മരിക്കും. അതാണ് നമ്മൾ ലിറ്ററലി നമ്മൾ കാണുന്നത്. ഇവിടെ കയറെന്ന് പറയുന്നതാണ് ഒരു കൃപ. ആ കൃപയെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. ആ കൃപയാകുന്ന കയറിൽ കൂടെ വിശ്വാസത്താൽ നമ്മൾ പിടിച്ച് അതിൽ മുകളിലോട്ട് കയറുമ്പോഴാണ് നമ്മുടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. അതെനിക്ക് ഭയങ്കരമായി ആ എക്സാമ്പിൾ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഈ ഭാഗം, ഇതാണ് അബ്രഹാമൻ ചെയ്തത്. ദൈവം സൗജന്യമായി അവിടെ അബ്രഹാമിന്റെ യാതൊരു പ്രവൃത്തിയും കണ്ടിട്ടല്ല ഈ ഒരു വാക്തത്വം കൊടുക്കുന്നത്. സന്തതി, അബ്രഹാമിന് സന്തതിയെ കൊടുക്കും, സന്തതി പരമ്പര ഉണ്ടാകും എന്നുള്ള ഒരു ഭാഗം ഇവിടെ പറയുമ്പോൾ, അബ്രഹാം അഗ്രചർമ്മിയായിട്ടിരിക്കുമ്പോൾ, അൺസർക്കംസൈസ്ഡ് സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ, പൊസിഷനിലായിരിക്കുമ്പോൾ തന്നെ അബ്രഹാം അത് വിശ്വസിക്കുകയും ആ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കെടുക്കും. ഒരു കാര്യം ഇവിടെ ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കാനുള്ളത്, ദൈവം നമ്മളോട് പറഞ്ഞ ഒരു കാര്യത്തെ നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ചാൽ നമ്മുടെ വിശ്വാസത്തെ ദൈവം ജസ്റ്റിഫൈ ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. എസ്പെഷ്യലി അത് അവിശ്വാസിക്കും വിശ്വാസിക്കും ഒരുപോലെ ബാധകമാണ്. എന്നാൽ ഇവിടെ പൗലോസ് തെളിയിക്കുന്നത് യേശു ക്രിസ്തുവുള്ള ഫെയ്ത്തിനെ കുറിച്ചാണ്. അബ്രഹാമിനെ ഒരു എക്സാമ്പിളാക്കി, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളല്ല. ആമേൻ. ഇവിടെ പ്രവൃത്തി എന്ന് പറയുന്നത്, പൗലോസ് ഉദ്ദേശിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ന്യായപ്രമാണത്തെ അനുസരിക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ്. അതാണ് പൗലോസ് ഈ പ്രവൃത്തി എന്ന് പറയുന്നത്. ഇപ്പൊ യഹൂദന്റെ വിചാരം, ആമേൻ, അബ്രഹാം പരിച്ഛേദന ചെയ്തു, അതിലൂടെയാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്, അതുകൊണ്ട് ഞങ്ങളും പരിച്ഛേദന ചെയ്താൽ, അങ്ങനെ ഒരു പ്രവൃത്തിയാൽ ഞങ്ങളും നീതീകരിക്കപ്പെടുമെന്നുള്ള ഒരു വിശ്വാസം യഹൂദൻ ഉണ്ടായിരുന്നു. അതിനെയാണ് പൗലോസ് ഈ ഖണ്ഡിക്കുവാനായിട്ട് ഈ റോമാലേഖനം 4-ാം അധ്യായം ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സ്തോത്രം. അതാണ് ഇതിനെ ഒരു സിമ്പിളായിട്ട് ചിന്തിക്കുവാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഏത് മനുഷ്യനെയും ഏത് അഭക്തനെയും ദൈവം വിശ്വാസമുണ്ടെങ്കിൽ നീതീകരിക്കും എന്നുള്ള ഒരു കാര്യം ഇവിടെ പൗലോസ് തെളിയിക്കുകയാണ്. അതിനാണ് ദാവീദിന്റെ സങ്കീർത്തനം 32-ന്റെ 1-2 വാക്യങ്ങളിൽ അതൊരു മനുഷ്യനെ കോമൺ ആയിട്ട് അവതരിപ്പിക്കുകയാണ്. അത് യഹൂദനെ മാത്രമല്ല, യഹൂദനല്ലാത്ത ജാതികളെയും മുമ്പിൽ കാട്ടിക്കൊണ്ട് തന്നെയാണ് ദാവീദ് ആ ഭാഗത്ത് അവിടെ വിവരിക്കുന്നത്. പാപം മറച്ച് ലംഘനങ്ങളൊക്കെ ക്ഷമിച്ച ഒരു മനുഷ്യൻ, അവനാണ് യഥാർത്ഥമായിട്ടുള്ള ബ്ലെസ്സഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. കാരണം ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും നമ്മുടെ പാപം ക്ഷമിക്കപ്പെട്ടില്ല എങ്കിൽ നമ്മൾ നിത്യജീവനിൽ നിന്ന് നിത്യ നരകത്തിലേക്ക് പോകുവാനുള്ള സാധ്യത. പിതാവിന്റെ സന്നിധിയിൽ ഒരിക്കലും നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ പാപം നിൽക്കുന്നിടത്തോളം കാലം ഒരു മനുഷ്യൻ പിതാവിന്റെ എത്തിച്ചേരുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദാവീദിന് നല്ല നിശ്ചയമുള്ളതുകൊണ്ട് ആത്മാവിൽ എഴുതിയ സങ്കീർത്തനങ്ങളാണ് അതെല്ലാം. അതുകൊണ്ട് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവൻ ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടുവാൻ തക്കവണ്ണമാണ്. അപ്പോൾ അബ്രഹാം വിശ്വസിച്ചത് അഗ്രചർമ്മിയായിട്ടിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് അഗ്രചർമ്മത്തിൽ ഇരിക്കുന്നവർക്കും കൂടെ ഈ വിശ്വാസം ലഭ്യമാകാൻ തക്കവണ്ണമാണ് അബ്രഹാമിനെ ദൈവം അവിടെ നീതീകരിച്ചതായിട്ടാണ് പൗലോസ് ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ
നീതി കണക്കിടുവാൻ തക്കവണ്ണം. അബ്രഹാം അഗ്രചർമ്മിയായിരുന്നു വിശ്വസിക്കുന്ന സമയം. അതുപോലെ അഗ്രചർമ്മികളായിട്ടുള്ള യഹൂദനല്ലാത്ത എല്ലാവരും അഗ്രചർമ്മികളാണ്. അഗ്രചർമ്മികളായിട്ടുള്ള എല്ലാ ആൾക്കാരെയും ദൈവം നീതീകരിക്കുന്നു എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അബ്രഹാമിനെ ഇവിടെ എക്സാമ്പിളായിട്ട് അവതരിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതാണ് എടുത്തു പറയുന്നു, താൻ എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന്. 12ാമത്തെ വാക്യം, റോമർ 4:12 വായിച്ചു. പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിന്. അപ്പോൾ അബ്രഹാമിന്റെ ജനറേഷനിലാണ് യഹൂദൻ ഉണ്ടാകുന്നത്. അവന് പരിച്ഛേദന, അല്ലെങ്കിൽ അബ്രഹാമിന് ശേഷം 400 വർഷങ്ങൾക്ക് ശേഷമാണ് മോശയ്ക്ക് ന്യായപ്രമാണം കൊടുക്കുന്നത്. ആ ന്യായപ്രമാണത്തിലാണ്, അബ്രഹാമിന് ന്യായപ്രമാണം ലഭിച്ചിട്ടില്ല, മോശയ്ക്കാണ് ന്യായപ്രമാണം ലഭിക്കുന്നത്. അപ്പൊ ന്യായപ്രമാണത്തിൽ പരിച്ഛേദന എന്ന ഉടമ്പടി അവിടെയുമുണ്ട്. ഇവിടെ പറയുന്നു താൻ എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന്. അപ്പോൾ രണ്ടു തരം, ഒന്ന് അഗ്രചർമ്മികളായി ദൈവത്തെ വിശ്വസിക്കുന്നവർക്കും അബ്രഹാം പിതാവായിട്ട് മാറുന്നു. രണ്ട്, അതേ ആ ജീനിയോ അല്ലെങ്കിൽ ബയോളജിക്കൽ വന്ന യഹൂദന്മാർ, അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽ നിന്ന് അബ്രഹാം, ഇസാക്ക്, യാക്കോവിന്റെ 12 ഗോത്രങ്ങൾ, അതിൽ നിന്ന് ആ ഗോത്രങ്ങളിൽ നിന്നെല്ലാം ജനിച്ച സകല മനുഷ്യർക്കും, പരിച്ഛേദന ഏറ്റവർക്കും കൂടെ അബ്രഹാം പിതാവായിരിക്കേണ്ടതിന് തന്നെ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അഗ്രചർമ്മികൾക്കും പരിച്ഛേദനക്കാർക്കും ഒരുപോലെ അബ്രഹാം പിതാവായിരിക്കുന്നു. എന്നാൽ നാം ചിന്തിക്കേണ്ടത്, നാം അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽ പെട്ടവരല്ല. എന്നാൽ നാം അബ്രഹാമിന്റെ ആത്മീയ സന്തതിയായിട്ട് ജനിച്ചവരാണ് നാം. അതുകൊണ്ട് അബ്രഹാമിന്റെ ജഡപ്രകാരമുള്ള മക്കളല്ല, എന്നാൽ നമ്മൾ വിശ്വാസത്താൽ ആത്മീയരായ മക്കളായി അറിയപ്പെടുവാൻ നമുക്ക് ദൈവം ഭാഗ്യം ചെയ്തിരിക്കുന്നു. അബ്രഹാം അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരായ പരിച്ഛേദനക്കാർക്കും പിതാവായിരിക്കേണ്ടത് തന്നെ. അപ്പൊ രണ്ടു കൂട്ടർക്കും, അഗ്രചർമ്മികൾക്കും പരിച്ഛേദനക്കാർക്കും ഒരുപോലെ പിതാവായിരിക്കേണ്ടതിന് തന്നെയാണ് അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചത്. അതുകൊണ്ട് വിശ്വാസികളുടെ പിതാവെന്നുള്ള ആ ഒരു വാക്തത്വം നിറവേറുവാൻ അബ്രഹാമിന് ഇടയായി. ഇത് വിശ്വാസം മൂലമാണെന്നാണ് ഇവിടെ പൗലോസ് തെളിയിക്കുന്നത്. ഇനി നമ്മൾ 13 മുതൽ 20 വാക്യങ്ങൾ അബ്രഹാമിന്റെ മേൽ ഒരു വാക്തത്വം പകരുകയാണ്. അത് അബ്രഹാം വിശ്വാസത്താൽ ഏറ്റെടുക്കും. ആ വാക്തത്വം ലഭിക്കുമ്പോഴും അബ്രഹാം പരിച്ഛേദന ഏറ്റിട്ടില്ല. അബ്രഹാമിനോട് ചെയ്ത പ്രോമിസ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ ആദ്യം 13, ഈ റോമർ 4:13 എന്ന 13ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 4:13, റോമർ 4:13 വായിച്ചിട്ട്. ലോകാവകാശിയാകുമെന്നുള്ള വാക്തത്വം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല, വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. അത് ഇവിടെ തെളിയിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കുന്നത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൻ നിന്റെ പേർ അബ്രഹാം എന്നായി. അവിടെ വെച്ച് അബ്രഹാം എന്നുള്ള പേര്, അല്ലെങ്കിൽ ആ പൊസിഷനെ അബ്രഹാം എന്നുള്ള ആ പേര് മാറ്റിയിടുന്നു, ബഹുജാതികൾക്ക് പിതാവാക്കി മാറ്റുന്നു. അവിടെ ആ ഒരു വാക്തത്വമാണ് അബ്രഹാമിന്റെ മേൽ പകരുന്നത്. ഈ സമയം വരെ അബ്രഹാം പരിച്ഛേദന ഏറ്റിട്ടില്ല. അവിടെ അബ്രഹാം അതിനെ പൂർണ്ണമായി വിശ്വസിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് അബ്രഹാം ശക്തമായി വിശ്വസിക്കുന്നു എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അവിടെ 13 ലോകാവകാശിയാകും, അല്ലെങ്കിൽ ബഹുജാതികൾക്ക് പിതാവാകും എന്നുള്ള വാക്തത്വം. ഒന്നാമത് നമ്മൾ കഴിഞ്ഞ 1 മുതൽ 12 വരെ ചിന്തിച്ചത്
അബ്രഹാമിന് സന്തതി ഉണ്ടാകും എന്നുള്ള കാര്യം. അത് അബ്രഹാം വിശ്വസിക്കുന്നു, ദൈവം അത് നീതിയായി കണക്കിടുന്നു. രണ്ടാമത് പിന്നെ അബ്രഹാമിന്റെ മേൽ വാക്തത്വം പകരുന്ന ഇതാണ്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും, അല്ലെങ്കിൽ ലോകാവകാശിയായി ലോകാവകാശിയായിട്ട് മാറും. അപ്പോൾ ഈ ഒരു പ്രോമിസ് അബ്രഹാമിന് മേൽ കൊടുക്കുമ്പോഴും അബ്രഹാം പരിച്ഛേദന ഏറ്റിട്ടില്ല. അഗ്രചർമ്മിയായിട്ടിരിക്കുമ്പോൾ തന്നെ അബ്രഹാം അത് വിശ്വസിക്കുകയാണ്. അതിനെ ദൈവം നീതീകരിക്കുന്നു. അത് ഈ വാക്തത്വം വിശ്വാസത്താലാണ് പ്രാപിക്കുന്നത്. അപ്പോൾ അഗ്രചർമ്മിയായിട്ടിരിക്കുന്ന അബ്രഹാം ബഹുജാതികൾക്ക് പിതാവാകുമെന്നുള്ള വാക്തത്വം വിശ്വസിക്കുന്നു. അത് ദൈവം നീതീകരിക്കുന്നതായിട്ട് കാണും. അങ്ങനെ അബ്രഹാം ബഹുജാതികൾക്ക് പിതാവായിരിക്കുന്നു. അപ്പോൾ അഗ്രചർമ്മിയായിട്ടിരിക്കുമ്പോൾ തന്നെ അബ്രഹാം ബഹുജാതികൾക്ക് പിതാവായിരിക്കും എന്നുള്ള വാക്തത്വം അവൻ പരിച്ഛേദനയ്ക്ക് മുമ്പ് തന്നെ വിശ്വസിക്കുന്നു. എന്തിനാണ്? അഗ്രചർമ്മത്തിൽ ഇരിക്കുന്ന ഓരോ മനുഷ്യനും വിശ്വസിക്കുന്നതിന് വേണ്ടിയും ആ വിശ്വാസത്തെ ദൈവം നീതീകരിക്കുന്നതിനും കൂടെയാണ് ആ ഒരു ഉടമ്പടി അവിടെ. അതിന് ഉടമ്പടിയുടെ അടയാളമായിട്ടാണ് അവിടെ അബ്രഹാമിനോട് പരിച്ഛേദന ഏൽക്കണമെന്ന് താഴോട്ട് 17 6 7 8 9 വാക്യങ്ങളിൽ അവിടെ വെളിപ്പെടുത്തുന്നത്. ഇവിടെ പൗലോസ് പറയുന്നത് അതുകൊണ്ട് അതിന്റെ 14 ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥം, വാക്തത്വം ദുർബലവും എന്ന് വരും. യഹൂദന്റെ അഹങ്കാരം എന്ന് പറയുന്നത് വാക്തത്വം അവന് മാത്രമാണ് ലഭിച്ചത്. ആരാധന, അത് നമ്മൾ റോമാലേഖനം 9 അധ്യായത്തിൽ പൗലോസ് പിന്നെ അതിനെക്കുറിച്ച് ശക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആരാധന, വാക്തത്വം, നിയമങ്ങൾ പിതാക്കന്മാർ അവരിൽ നിന്ന് ഉത്ഭവിച്ചു, ജഡപ്രകാരം ക്രിസ്തു അവരിൽ വന്നു. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു പ്രൗഡ് യഹൂദൻ ഉള്ളത് കൊണ്ട് യഹൂദൻ മാത്രം സ്വർഗത്തിലെത്തും, ബാക്കി ആരും തന്നെ ഒരു മനുഷ്യനും സ്വർഗത്തിലെത്തുകയില്ല എന്നുള്ള ഒരു അഹങ്കാരം യഹൂദന്റെ ഉള്ളിലുണ്ട്. അതിനെ ഖണ്ഡിക്കുവാനാണ്, അല്ലെങ്കിൽ ഈ രക്ഷ പൊതുവായിട്ട് അഗ്രചർമ്മികൾക്കും കൂടെ വെച്ചിരിക്കുന്നു എന്ന്, അല്ലെങ്കിൽ അബ്രഹാമിന്റെ അല്ലെങ്കിൽ ബയോളജിക്കൽ അല്ലെങ്കിൽ ജഡപ്രകാരം സന്തതി അല്ലാത്ത അവിശ്വാസികൾക്കും അല്ലെങ്കിൽ അഗ്രചർമ്മികൾക്കും, അഗ്രചർമ്മത്തിൽ ഇരുന്നപ്പോൾ തന്നെ വിശ്വസിച്ച അതേ ഫെയ്ത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അബ്രഹാം അവർക്ക് പിതാവായി തീരുമെന്നുള്ള ഒരു കാര്യം, അങ്ങനെ നമ്മൾ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് പൗലോസ് ഈ ഭാഗങ്ങൾ കൂടെ തെളിയിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് 14 ഒന്നുകൂടെ വായിച്ചോ. എന്നാൽ ന്യായപ്രമാണം ഉള്ളവരാണ് അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും. അപ്പൊ ഇതുവരെ അബ്രഹാം വിശ്വസിച്ചെല്ലാം വ്യർത്ഥമായി തീരും, അബ്രഹാമിനോട് ചെയ്ത വാക്തത്വങ്ങളെല്ലാം ദുർബലമായി തീരുമെന്നാണ് പൗലോസ് തെളിയിക്കുന്നത്. സ്തോത്രം. അല്ലെ, അടുത്ത വാക്യം, ന്യായപ്രമാണം കോപത്തിന് ഹേതുവാ. ന്യായപ്രമാണം വായിക്കുമ്പോഴാണ് ഈ പാപം എന്താണെന്ന് അറിയുന്നത്. നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പം ട്രാഫിക്കില് ഓരോ നിയമങ്ങൾ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇത്ര കിലോമീറ്റർ കൂടുതൽ ഓടിച്ചാൽ ഫൈൻ അടിക്കും. ഇവിടെ അതില്ല. നമ്മളെ മിഡിൽ ഈസ്റ്റിലും ഒക്കെയാണ് നമ്മളത് കൂടുതൽ കാണുന്നത്. അപ്പൊ നമുക്ക് ആ നിയമം വന്നപ്പോഴാണ് ഇത് ശിക്ഷയാണല്ലേ, പെനാൽറ്റി ഉണ്ട്, ഇത് തെറ്റാണെന്ന് അറിയുന്നത്. അപ്പോൾ ന്യായപ്രമാണം വായിച്ചപ്പോഴാണ് യഹൂദന് മനസ്സിലായത് തെറ്റേതാ ശരിയേതാ. അപ്പോൾ പാപത്തിന്റെ പരിജ്ഞാനമാണ് ന്യായപ്രമാണം. അത് വായിക്കുമ്പോൾ കോപത്തിന് ഇടം കൂടുന്നതല്ലാതെ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയുന്നില്ല. അത് കോപത്തിന് കാരണമായി തീരുന്നു എന്നാണ് പറയുന്നത്. ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനവും ഇല്ല, അല്ലേ? നിയമം ഉള്ളിടത്താണ് ലംഘനം ഉള്ളത്. ഒഫൻസ് വരുന്നത് ലോ കിടക്കുന്നുണ്ടാ. ലോ ഇല്ലെങ്കിലോ സ്തോത്രം. ഇവിടെ നമ്മൾ ഈ കാനഡയിൽ ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ എന്തെങ്കിലും ഒരു ലോ വന്നിട്ടില്ല, ഇത്ര കിലോമീറ്റർ അങ്ങനെ ഒരു ലോ ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ തന്നെയും നമ്മൾ അതുകൊണ്ട് ഇച്ചിരി സ്പീഡിനൊക്കെ ഓടിച്ച് നമ്മളങ്ങ് പോകാറുണ്ട്. കാരണം അതൊരു ഒഫൻസായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെ ലോ ഇല്ല. ഇവിടെ അതാണ് പൗലോസ് പറയുന്നത്. ലോ ഉള്ളിടത്തെ എന്തുള്ളൂ? ഒഫൻസ് ഉള്ളൂ. ലോ ഇല്ലാത്തടത്ത് ഒഫൻസ് ഇല്ല, ലംഘനമില്ല എന്ന് പറയുന്നു. അടുത്ത ഭാഗം, അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താലത്രേ അവകാശികളാകുന്നത്.
വാക്തത്വം സകല സന്തതിക്കും, ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകണം. ഞാൻ ആ ഭാഗങ്ങൾ വ്യക്തമായി പറഞ്ഞു. ഈ ഭാഗങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സ്തോത്രം. അപ്പോൾ ന്യായപ്രമാണത്തിൽ ആചരിക്കുക അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ വിശ്വസിക്കുന്നവർക്കല്ല, അഗ്രധർമ്മിയായിട്ടിരിക്കുന്ന ആൾക്കും വിശ്വാസത്താൽ രക്ഷയുണ്ട്, അവൻ നീതിയുണ്ട് എന്നുള്ള കാര്യങ്ങൾ പൗലോസ് ഇവിടെ തെളിയിക്കുകയാണ്. ന്യായപ്രമാണത്തിൽ കൂടെ മാത്രമല്ല മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നതെന്ന് ഇവിടെ തെളിയിക്കുന്നു. 17-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിൻ മേൽ പകർന്ന വാഗ്ദത്തത്തെ അബ്രഹാം മുറുകെ പിടിക്കുകയും, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ പല പ്രസംഗങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളതാണ്. നമുക്ക് നിങ്ങളിത് ധാരാളം പ്രസംഗങ്ങൾ ഈ ഭാഗത്ത് കേട്ടിട്ടുള്ളത് കൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ വിവരിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ എൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുകയും, അപ്പോൾ അത് മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിന് വിശ്വാസത്താൽ ഇസാക്കിനെ ലഭിച്ചു. വിശ്വാസത്താലാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇസാക്കിനെ യാഗം കൊടുക്കുമ്പോഴും അബ്രഹാമിന്റെ ഉള്ളിൽ ഒരു ഫെയ്ത്ത് ഉണ്ടായിരുന്നു. ഈ ഇസാക്ക് യാഗപീഠത്തിൽ ചാമ്പലായാലും ഇവിടുന്ന് ഒരു പുതിയ ഇസാക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ ഞാൻ ഇത് കത്തുന്നതിന് മുമ്പ് രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടാലും പിന്നെ ഉടലും ശരീരവുമായി വേർപെട്ടു പോയാലും അതിനെ യോജിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. കാരണം അത് താഴോട്ട് നമ്മൾ വായിക്ക് മനസ്സിലാവും. അപ്പോൾ അബ്രഹാമിന്റെ നിർജ്ജീവമായ ശരീരത്തിൽ നിന്ന് സാറയുടെ നിർജ്ജീവമായ ശരീരത്തെ അതിൽ നിന്നൊരു തലമുറയെ ഉൽപ്പാദിപ്പിക്കുവാനായി ദൈവത്തിന് കഴിയുമെങ്കിൽ യാഗപീഠത്തിൽ വെച്ച് അറക്കപ്പെടുന്ന ഇസാക്കിനെ ജീവൻ കൊടുക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം അബ്രഹാമിന്റെ മേലുണ്ടായിരുന്നു. അബ്രഹാമിന്റെ ഫെയ്ത്ത് ആ ലെവലിലേക്ക് വളരുവാനിടയായി തീർന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, അബ്രഹാമിനെ എന്തിനാണ് ഇങ്ങനെ ഇത്രയും കഠിനമായ ശോധനയിൽ കൂടെ കൊണ്ടുപോയതെന്ന്. അപ്പോൾ അതിന് ആ ഭാഗത്ത് നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മുടെ ശോധനകൾ കൂടുമ്പോൾ, വിശ്വാസത്തിന്റെ പരിശോധനകൾ കൂടുമ്പോൾ നമ്മുടെ പൊസിഷൻ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവസേനയിൽ നമ്മുടെ പൊസിഷൻ വലുതാകുകയാണ്. ബഹുജാതികൾക്ക് പിതാവാകുന്നുള്ളൊരു വാഗ്ദത്തം ഒരു ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമുക്കതെല്ലാം ഇനി നിത്യതയിൽ കാണാൻ പോകുന്നതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ എല്ലാം ഫുൾഫിൽമെന്റ് നിത്യതയിൽ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഒരാളുടെ മേൽ പകരപ്പെടുമ്പോൾ, അത് ഒരാളുടെ മേൽ ഒരു പൊസിഷൻ കൊടുക്കുമ്പോൾ, ആ പൊസിഷൻ എത്ര വലുതാണോ അത്രയും ശോധനയും പ്രയാസങ്ങളും കഷ്ടങ്ങൾ കൂടെ ഒരു മനുഷ്യൻ കടന്നു പോകണം എന്നുള്ളതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. എൻ്റെ വാക്കുകളല്ല, തിരുവെഴുത്തിലെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മെ ശക്തമായിട്ട് ഈ ഭാഗങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. 25 വർഷം അബ്രഹാമിന്റെ ഫെയ്ത്തിനെ എങ്ങനെയാണ് ദൈവം വലുതാക്കിയത്, അതാണ് ഇവിടെ പൗലോസ് എഴുതിയിരിക്കുന്നത്. 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിനെ വിളിച്ചു, 100-ാമത്തെ വയസ്സിൽ ഇസാക്കിനെ കൊടുക്കും. 25 വർഷം എന്തിനാണ്? ദൈവത്തിന് വേണമെങ്കിൽ വിളിച്ച സമയത്ത് ഇസാക്കിനെ കൊടുക്കാം. ആ സമയത്ത് കൊടുത്താൽ ബഹുജാതികൾക്ക് പിതാവാകുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് ലഭിക്കുകയില്ല. 25 വർഷത്തിൽ കൂടെ അബ്രഹാം വിശ്വാസത്തിന്റെ അതിന്റെ ഒരു വലിയ ശക്തമായ ഒരു പാറ പോലെ ഉറയ്ക്കുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ. ഒരു ഇസാക്ക് കത്തിച്ചാമ്പലായാൽ മറ്റൊരു സാക്കിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ കഴിവുള്ള ദൈവം. അതാണ് അബ്രഹാമിന്റെ ഫെയ്ത്ത്. 25 വർഷം കൊണ്ട് അബ്രഹാം നേടിയെടുത്ത വിശ്വാസം അതാണ്. അതിനെയാണ് ദൈവം നീതീകരിച്ചതായിട്ട്, ജസ്റ്റിഫൈ ചെയ്തതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വാക്തത്വം നിങ്ങളോടും എന്നോടും ഉണ്ടെങ്കിൽ, അതിനെ പൂർണ്ണമായി മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ, ആ വാക്തത്വത്തെ നമ്മൾ സ്തോത്രം അതിനെ ശക്തമായി ഇവിടെ അബ്രഹാമിനെ പറ്റി പറയുന്നത്, അവൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്നുള്ളത് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്നുള്ളതാണ്. ആശയ്ക്ക് വിരോധമായി എന്ന് പറഞ്ഞാൽ
അബ്രഹാമിന്റെ ആശയാണ് എനിക്കൊരു സന്തതി ഉണ്ടാകണമെന്നുള്ളത്. പക്ഷേ തൻ്റെ ശരീരവും സാറയുടെ ശരീരവും വെച്ചിട്ട് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ആശ അറ്റു. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ആമേൻ ആശയോടെ ആശയോടെ വിശ്വസിക്കുന്ന ഒരു അബ്രഹാമിലേക്ക് 25 വർഷം കൊണ്ട് അബ്രഹാം വളർന്നു വലുതായി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അബ്രഹാമിന്റെ വിശ്വാസത്തെ എബ്രായ ലേഖനകർത്താവ് എഴുതിയിരിക്കുന്നത് അതിവിശുദ്ധ വിശ്വാസം എന്നാണ് എഴുതിയിരിക്കുന്നത്. അത്ര ആ വിശ്വാസ തലത്തിലേക്ക് തൻ്റെ താനൊരു ഇത്രയും ധനവാനായിരുന്നിട്ടും കൂടാരങ്ങളിൽ പാർത്ത് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ഒരു നഗരത്തിനായി കാത്തിരിക്കുന്ന നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട് തലത്തിലേക്ക് ഒരു സാധാരണ വിഗ്രഹ ആരാധിയായ അബ്രഹാമിനെ മാറ്റുന്ന ഒരു തലം 25 വർഷം കൊണ്ട് അത് സാധിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നാം വിശ്വാസത്തിൽ വന്നിട്ട് 25, 30, 35 വർഷമാകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ തലം എവിടെ നിൽക്കുന്നു എന്ന് ഇന്ന് രാത്രി ഈ അബ്രഹാമിൻ്റെ പാഠഭാഗങ്ങൾ കൂടെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം. ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കി 26 വർഷമായി ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് ഞാനെന്നും ചിന്തിക്കും, അബ്രഹാമിൻ്റെ ഫെയ്ത്ത് തലത്തിലേക്ക് നാം വളർന്നിട്ടുണ്ടോ? ഈ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ദൈവശില്പിയായി നിർമ്മിച്ച ഒരു പുത്തനാം യെരൂശലേമിനെ കുറിച്ചുള്ള ഒരു വലിയ വെളിപ്പാടിലാണോ നാം ജീവിക്കുന്നത്? ആ ഒരു ദർശനമാണോ നമ്മുടെ ഹൃദയത്തിനകത്തുള്ളത്? പലപ്പോഴും നമ്മൾ ആ ഒരു വിശ്വാസ തലത്തിലേക്ക്, ഈ ലോകത്തിൽ ഒരു ഇസാക്കുണ്ടാകും, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ദൈവം നമ്മളോട് ചെയ്ത വാഗ്ദത്തങ്ങൾ എനിക്ക് ലഭിക്കും, അത് ദൈവം നീതിയായി കണക്കിടും, നമ്മുടെ രോഗങ്ങളെ ദൈവം സൗഖ്യമാക്കും, അത് ആ വിശ്വാസത്തെ ദൈവം നീതീകരിക്കുമ്പോൾ തന്നെയാണ് അതിവിശുദ്ധ വിശ്വാസത്തിലേക്ക് നാം വളരുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അത് അബ്രഹാമിലൂടെ കാണുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഈ ഭാഗങ്ങൾ കൂടെ മനസ്സിലാക്കുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ, ഞാൻ ആ ഭാഗം ഇതെല്ലാം വായിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ആമേൻ. അബ്രഹാമിനറിയാം ഇത്രയും ബഹുജാതികൾക്ക്, ഇത്രയും ആൾക്കാർക്ക് താമസിക്കുവാൻ ഈ പട്ടണം പോരാ. അതുകൊണ്ടാണ് എബ്രായർ 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഇത്രയും ആൾക്കാർ താമസിക്കുവാൻ, കോടാനുകോടി ആൾക്കാർ താമസിക്കുവാൻ പറ്റിയ ഒരു പട്ടണം ദൈവം ഒരുക്കുന്നുണ്ടെന്നുള്ള ഒരു അതിവിശുദ്ധ വിശ്വാസത്തിലേക്ക് അബ്രഹാം വളരുവാനിടയായി തീർന്നു. അങ്ങനെ എപ്പോഴും അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത് വാഗ്ദത്തത്തിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നേറുവാൻ അബ്രഹാമിനിടയായി. അതുകൊണ്ട് അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിക്കുവാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു എന്ന് മാത്രമല്ല, അതവന് നീതിയായി കണക്കിട്ടു. നമ്മുടെ വിശ്വാസത്തെ നീതീകരിക്കുന്ന ദൈവമാണ്. നമ്മളോട് ദൈവം ഏതൊരാലോചന പറഞ്ഞാലും നാം അത് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തെ ദൈവം ജസ്റ്റിഫൈ ചെയ്യും. അതിൻ്റെ അടയാളമായിട്ടാണ് ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന, താൽക്കാലികമായി ലഭിക്കുന്ന ഓരോ പ്രോത്സാഹന സമ്മാനങ്ങളും. ഞാൻ അനുഗ്രഹങ്ങളെന്ന് പറയുന്നില്ല, ഒരു താൽക്കാലികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെങ്കിൽ തന്നെയും ഇതൊക്കെയും നമ്മെ നിത്യതയിലേക്ക് നടത്തുന്ന ചില പ്രോത്സാഹന സമ്മാനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്നെഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചു കൂടാകുന്നു. സ്തോത്രം. അതാണ് ഈ വചനം ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇത് നമുക്കും കൂടെയാണ്. അഗ്രധർമ്മത്തിൽ വെച്ചിട്ടുണ്ടായിരുന്ന അബ്രഹാമിന്റെ വിശ്വാസത്തെ ദൈവം നീതീകരിച്ചെങ്കിൽ നമ്മൾ, പ്രിയമുള്ളവരെ, നമ്മെ രക്ഷിച്ച, നമ്മെ നീതീകരിച്ച, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തെ പൂർണ്ണമായി നമ്മൾ പിൻപറ്റുന്നെങ്കിൽ, ദൈവം നമ്മോട് ചെയ്ത ഓരോ വാഗ്ദത്തങ്ങളും അത് ഏത് തലത്തിലായിക്കോട്ടെ, നമ്മുടെ മിനിസ്ട്രിയുടെ മേലുള്ള വാഗ്ദത്തമായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തോടുള്ള, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള, ദൈവസഭയോടുള്ള വ്യക്തിപരമായ ഏതൊരു ഭൂമിയിലുള്ള ഏത് വാഗ്ദത്തങ്ങളിലും മുറുകെ പിടിക്കുന്നുവെങ്കിൽ ദൈവം നമ്മൾ നീതിയായി കണക്കിടുവാൻ ഇടയായിത്തീരും. അബ്രഹാമിനെ അങ്ങനെ ദൈവം നീതീകരിച്ച് ബഹുജാതികളുടെ പിതാവാക്കിയെങ്കിൽ അവനെ വിചാരിച്ചും കൂടെ മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ മാത്രമാണെന്നാണ്
പൗലോസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ അതിക്രമ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞത്. ഞാനത് എഫേസ്യ 2:7-8 ഭാഗങ്ങളിലൊക്കെ ഞാനത് വിവരിച്ചു. ഞാൻ ഈ കൂടുതൽ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല, കാരണം പിന്നെയും നമ്മൾ ഈ ഭാഗങ്ങൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ പിന്നെയും അത് ടച്ച് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട്. നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ച് വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാൻ ഉള്ളതാകിയാൽ തന്നെ ഇവിടെ പൗലോസ് കൺക്ലൂഡ് ചെയ്യുന്നത് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. കർത്താവ് യേശുവിൻ്റെ ക്രൂശ് മരണം, നമുക്ക് വേണ്ടി പാപത്തിന് വേണ്ടി മരിച്ച കർത്താവിൻ്റെ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം, അതാണ് എഫേസ്യ ലേഖനം 2-7-8 വാക്യങ്ങളിൽ താഴോട്ട് നമ്മൾ വായിക്കുന്നില്ല. അതിക്രമങ്ങൾ നിമിത്തം ഹല്ലേലൂയ നമ്മളെ അതിൻ്റെ ശിക്ഷ കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ഏറ്റെടുത്തു എന്നും അതിനെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നും നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ദൈവം നീതീകരിക്കുന്നു എന്നുള്ളത് കാര്യം കൂടെ പൗലോസ് തെളിയിക്കുവാൻ വേണ്ടിയാണ് അബ്രഹാമിൻ്റെ ജീവചരിത്രം ഇവിടെ എടുത്തു പറയുവാൻ ഇടയായി തീർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. ഒന്നുകൂടെ ഈ ഭാഗങ്ങളെ ഗലാത്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഒന്നുകൂടെ നമുക്ക് ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 6-7-8 വാക്യങ്ങളിൽ ഒന്നുകൂടെ ഒന്ന് വായിച്ച് നമ്മളത് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന് അപ്പോൾ അബ്രഹാമിന്റെ മക്കൾ നമ്മൾ അബ്രഹാമിന്റെ ആത്മീയ മക്കൾ ആണ് എന്ന് പൗലോസ് ഗലാത്യ ലേഖനം എഴുതുമ്പോൾ നമ്മൾ തെളിയിക്കുകയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനെ അവന്റെ ആത്മീയ മക്കൾ എന്ന തലത്തിൽ കൂടെ അറിയപ്പെടുന്നു. കാരണം അവൻ നമ്മുടെ ബഹുജാതികൾക്ക് പിതാവായതുകൊണ്ട് നമ്മുടെ ആത്മീയ അല്ലെങ്കിൽ ആ ഒരു പിതാവ് ആ പൊസിഷനും കൂടെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ അടുത്ത വാക്യം, ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് ജാതികൾ നീതി തിരുവെഴുത്ത് മുൻ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്ന സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചു. അത് ഉൽപ്പത്തി പുസ്തകം നമ്മൾ 18, 22, 18 ഈ ഭാഗങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. 4-ാം അധ്യായം നമ്മൾ അവസാനിക്കുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസത്തെ ദൈവം നീതീകരിച്ചു. അതാണ് 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അത് അബ്രഹാം വിശ്വാസത്താൽ വാഗ്ദത്തം അത് പ്രാപിക്കുവാൻ ഇടയായി തീർന്നതാണ് 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. ഇത് വളരെ നമ്മൾ വായിക്കും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നും. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെയാണ് പൗലോസ് ഈ ഭാഗങ്ങളൊക്കെ വിവരിക്കുന്നത്. അത് ഉൽപ്പത്തി, പഴയ നിയമ പുസ്തകങ്ങളും അതുപോലെ സങ്കീർത്തനങ്ങളും അതുപോലെ പ്രവചന പുസ്തകങ്ങളും ഒക്കെ എടുത്ത് പൗലോസ് പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ കൂടുതലായി തെളിയിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മുടെ പ്രിയമുള്ളവരെ, നമ്മുടെ മേൽ ദൈവം പകർന്ന വാക്തത്വങ്ങളൊക്കെയും നമ്മൾ മുറുകെ പിടിച്ച് മുന്നോട്ട് യാത്ര ചെയ്താൽ, അതിൽ വിശ്വസിച്ചാൽ ദൈവം അത് ജസ്റ്റിഫൈ ചെയ്യുവാനിടയായിത്തീരും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായി നമുക്ക് മാറുവാൻ ദൈവം ഇടയായിത്തീരും. അങ്ങനെ നിത്യജീവന്റെ അവകാശികളായി നിത്യതയുടെ തുറമുഖത്ത് എത്തിച്ചേരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.